എൻ്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ ആലുവ സ്വദേശിയാണ്. ജോലിയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴും നമ്മുടെ കാലം ഈ ചില കനൽ പോലെ ഈ കലയോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അതാ പറഞ്ഞു നമ്മുടെ ആർട്ടുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇട്ടു. അത് കിട്ടിയ പ്രതികരണം ഭയങ്കരമായിരുന്നു. പിന്നെ റിട്ടയർമെന്റിന് ശേഷം ഏഹ്, എനിക്ക് ഈ ആർട്ടും ബാക്കി ഉണ്ടായിരുന്ന രണ്ട് സിറ്റുവേഷൻ, ആർട്ടും നീന്തൽ പഠിക്കുക എന്നുള്ളതായിരുന്നു. ഇത് വലിയൊരു മഹാസമുദ്രമാണെന്ന് എനിക്ക് തോന്നി. ഒരുപാട് പഠിക്കാനുണ്ട്, കാര്യങ്ങൾ ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് പോകണം ആഗ്രഹമുണ്ട്. ഓയിൽ പെയിന്റിങ്, വാട്ടർ പെയിന്റിങ്ങിലോട്ടൊക്കെ പ്രവേശിച്ച് അതൊക്കെ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ടൂൾസുകൾ, പലതരത്തിലുള്ള പല ഷെയ്ഡുകൾ, അങ്ങനെ ഒരുപാട് ഒരു നിറങ്ങളുടെ അത്ഭുതരോഗം ആയിട്ട് എനിക്ക് തോന്നിയത്. ഇത് തന്നെയാണ് അവരുടെ ചെറുപ്പത്തിൽ പറ്റാതെ പോയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ എയിം. ഒരു എക്സിബിഷൻ, എനിക്കൊരു 3 എക്സിബിഷൻ നടത്തണം എൻ്റെ ഒരു ലക്ഷ്യം. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി വെൽനസ് ഹബിന്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല ചിത്രങ്ങൾ വരച്ച് അതിലൂടെ ലൈഫിലെ ഒരു കോൺഫിഡൻസ് കണ്ടെത്തിയ സ്റ്റുഡൻസിന്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഷംസുദ്ദീൻ സാർ ഉണ്ട്. അപ്പം എങ്ങനെയാണ് ആർട്ടിലോട്ട് വന്ന് എവിടെ മുതലാണ് പഠിച്ചു തുടങ്ങിയ മുതലായ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്, കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് സാർ നമ്മോടൊപ്പം ഉള്ളത്. എൻ്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ ആലുവ സ്വദേശിയാണ്. ഞാൻ FACT എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് ഞാൻ റിട്ടയർഡ് ആയത്. പിന്നെ വീട്ടിൽ മകൾ അവരെല്ലാം വിവാഹം കഴിഞ്ഞ് സെറ്റിൽഡ് ആയി. അപ്പോൾ കുട്ടിക്കാലം മുതൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഒരു ആർട്ട് കലാലയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചേരാൻ വേണ്ടി വെക്കേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. വീട്ടിൽ പറഞ്ഞു. പക്ഷേ അന്ന് അവരത്ര അത് കാര്യമായിട്ട് പരിഗണിച്ചില്ല. അന്ന് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവർ നമ്മുടെ അന്നത്തെ ആളുകൾ കണ്ടിരുന്നത് ഒരു റോഡിൽ മതിലിൽ ചിത്രങ്ങൾ വരക്കുന്ന ഒരാള്, അല്ലെങ്കിൽ വളരെ മുളയൊക്കെ കെട്ടിയുള്ള വലിയ ബാനറിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പടങ്ങൾ വരക്കുന്ന, അങ്ങനെ, അല്ലെങ്കിൽ വണ്ടികളുടെ നമ്പർ വരക്കുന്ന, അങ്ങനെ ഒരു സിസ്റ്റം അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ അവരുടെ പ്രകാരം പഠനങ്ങൾ നടന്നു, ജോലിയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴും നമ്മുടെ കാലം ഈ ചില കനൽ പോലെ ഈ കലയോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും അത് നമുക്ക് കാണിക്കാൻ അവസരങ്ങൾ കിട്ടി. ഒരുപാട് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. അപ്പം അന്നെല്ലാം പടങ്ങളൊക്കെ നന്നായിട്ട് വരക്കുമായിരുന്നു. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ സഹായിക്കുമായിരുന്നു. അവർക്ക് നമുക്ക് ചായ ക്യാൻറ്റീനിലൊക്കെ പകരം ഒരു ഇതൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം കമ്പനിയിൽ ആണെങ്കിൽ അന്ന് കമ്പനിയിൽ അവസരങ്ങൾ ഒരുപാട് കിട്ടി. അപ്പോൾ അവിടെ എൻ്റെ ആർട്ട് ആൻഡ് ഡെക്കറേഷൻ കമ്മിറ്റിയിൽ ഞാനാണ്. പിന്നെ അതിനുശേഷം റെസിഡൻസ് അസോസിയേഷനിലൊക്കെ അപ്പോൾ ആ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ അറിയുന്ന കുറച്ച് ആളുകൾ മാത്രം നമ്മൾ അറിയുമായിരുന്നുള്ളൂ ആ കലയായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം ഫസ്റ്റ് ഇവന്റ് പറഞ്ഞു നമ്മുടെ ആർട്ടുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇട്ടു. അത് കിട്ടിയ പ്രതികരണം ഭയങ്കരമായിരുന്നു. അതായത് ഞാൻ സോഷ്യൽ മീഡിയ സ്റ്റാർട്ടിങ് ആദ്യം മുതൽ ഉണ്ടായതാണ്. അതിൽ കിട്ടുന്നതിനേക്കായി വളരെയേറെ ലൈക്കുകൾ, അനുമോദനങ്ങൾ, പിന്നെ അതിലുള്ള ചെറിയ ഇപ്പോൾ ഒരു ആപ്പിളാൻ വരെ ഇട്ടിരുന്നത്, അതിൻ്റെ നെറ്റിൻ്റെ ഷാഡോ വന്നില്ല, അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ, അനുമോദനങ്ങൾ. പിന്നെ റിട്ടയർമെന്റിന് ശേഷം എനിക്ക് ഈ ആർട്ടും ബാക്കി ഉണ്ടായിരുന്ന രണ്ട് സിറ്റുവേഷൻ, ആർട്ടും നീന്തൽ പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ നീന്തൽ 6 മാസം കൊണ്ട് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. ഇത് വലിയൊരു മഹാസമുദ്രമാണെന്ന് എനിക്ക് തോന്നി. ഒരുപാട് പഠിക്കാനുണ്ട്, കാര്യങ്ങൾ ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് പോകണം ആഗ്രഹമുണ്ട്. ഓയിൽ പെയിന്റിങ്, വാട്ടർ പെയിന്റിങ്ങിലോട്ടൊക്കെ പ്രവേശിച്ച് അതൊക്കെ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു HB 2HP HP എന്നൊക്കെ വരെയുള്ള പെൻസിലെ കുറിച്ച് അറിയാൻ വേണ്ടിയിരുന്നുള്ളൂ. അതിന്റെ പുറത്തേക്ക് 4HP 5HP അതിന്റെ താഴെട്ടുള്ളതും അറിയില്ലായിരുന്നു. പിന്നെ കളർ പെൻസിലൊക്കെ ആണെങ്കിൽ ചെറിയ ഒരു പാക്കറ്റ് കളർ പെൻസിലൊക്കെ ആയിരുന്നുണ്ടായിരുന്നു, 10 എണ്ണമുള്ള. അത് വെച്ചിട്ട് നമ്മളിട്ട് വരച്ചുകൂടി ചെറുപ്പകാലം ഒരു ഈ അടുത്ത കാലം വരെ. പിന്നെ കളർ പെൻസിലാണെങ്കിലും വില കുറഞ്ഞ ഒരു വാട്ടർ കളറിന്റെ അതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ള ആർട്ടിന്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ടൂൾസുകൾ, പലതരത്തിലുള്ള പല ഷെയ്ഡുകൾ, അങ്ങനെ ഒരുപാട് ഒരു നിറങ്ങളുടെ അത്ഭുതരോഗം ആയിട്ട് എനിക്ക് തോന്നിയത്.
അപ്പൊ ഇതിൽ ഞാൻ എഴുതി വെക്കുന്ന ചില സംശയങ്ങളുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്ന സംശയങ്ങൾ എഴുതി വെക്കും. ഈ അടുത്ത ക്ലാസ്സിലേക്ക് കേൾക്കുമ്പോൾ തന്നെ ആ സംശയങ്ങൾ അവിടെ ഓക്കെ ആയിരിക്കും. അതിൽ മറുപടി ഉണ്ടാവും ആ സംശയങ്ങൾ. അത് പിന്നെ വെട്ടിക്കളയും. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനൊന്നുമില്ല, ഇല്ലാന്ന് പറയാം. വെൽ പാക്കഡ് ഒരു നമ്മുടെ സിലബസ് ആണ് അത്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ സാർ പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ ആർട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ കുറേ കാലഘട്ടം സാർ ഒറ്റയ്ക്കാണ് വരച്ചത്, പഠിക്കാതെ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടാണ് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുകൊണ്ടിരുന്നത് നല്ല ചിത്രം വരയ്ക്കാനായിട്ട്? വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എത്താറില്ല. അത് ഒന്നാമത്. ഈ കളറിങ്ങിലൊക്കെ നമ്മളിപ്പോ പെൻസിൽ കളറൊക്കെ ചെയ്യുമ്പോൾ കുറെ വരകളാണ് അതിനകത്ത് വരുന്നത്. അത് ഒരു ഷെയ്ഡിങ് കിട്ടാറില്ല, ഒരു കളറിന്റെ പാറ്റേൺ വരാറില്ല, കുറെ ലൈനുകൾ വരും. പിന്നെ നമ്മൾ ഹാർഡായിട്ട് വരച്ച് കഴിയുമ്പോൾ പേപ്പർ കീറിപ്പോവും. ഇച്ചിരി പെൻസിലൊക്കെ ക്വാളിറ്റി കുറഞ്ഞ പെൻസിലൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് നമ്മൾ അതിന് പിന്നീട് അത് ട്രൈ ചെയ്യാനുള്ള ഇത് കുറയും, നമ്മളുള്ള പ്രചോദനം കുറയാണ്. അതുപോലെ നമുക്ക് അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളാണ് കൂടുതൽ മാത്രമുള്ളൂ. നമ്മൾ വരക്കുമെങ്കിലും അതിൽ നമുക്ക് തൃപ്തി വരാറില്ല. നമുക്ക് പോരാ, ഇത് നമ്മൾ ചെയ്ത് പോരാ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇത് പെർഫെക്ഷൻ പഠിക്കണം കിട്ടാൻ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ ഡിസിഷൻ എടുത്തത്? അല്ല, ഞാൻ അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. പിന്നെ നമുക്ക് ഇപ്പൊ പ്രായമല്ല, നമ്മൾ ഒരു ക്ലാസ്സിൽ പോകാൻ ഉള്ള ഒരു സാഹചര്യം ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് അവർക്ക് അറിയില്ല ഒന്നാമത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഞാൻ മീഡിയാസിൽ കണ്ടു. അപ്പൊ അതിനോട് പലരുടെ അഭിപ്രായങ്ങൾ, എന്റെ പ്രായമുള്ള ആളുകളുടെ ഒരുപാട് അഭിപ്രായങ്ങൾ അതിനകത്ത് കേട്ടു. എനിക്ക് പ്രചോദനമായി. വേറൊരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, റിട്ടയർമെന്റിന് ശേഷം എങ്ങനെയുണ്ട് ലൈഫ്? ചിത്രകല ഒരുമിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? അത് എത്രത്തോളം നമ്മുടെ ലൈഫിനെ ഹാപ്പി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വളരെ ഹാപ്പി ആയിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അതിനുശേഷം പല കാര്യങ്ങളും, വീട്ടിൽ പ്രശ്നങ്ങൾ, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകാറുണ്ട്. നമ്മൾ എന്തെങ്കിലും വർക്കിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോഴും, നമ്മൾ ആ വർക്കിന് ഇടയ്ക്ക് ബുദ്ധിമുട്ടുള്ള വർക്കുകൾ വരുമ്പോഴും നമ്മൾക്ക് വീട്ടിൽ ചെന്നിട്ട് പോയി വരക്കണമല്ലോ എന്ന ചിന്ത വരുമ്പോൾ മനസ്സിലൊരു ഹാപ്പി ഉണ്ടാവും. കുറച്ചു നേരം നമ്മൾ ആ ഇരിക്കുന്ന 2 മണിക്കൂർ നമുക്ക് വളരെ റിലാക്സ് ആണ്. നമ്മള് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കൊരു നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ഇതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ളവരുണ്ടെന്ന് അറിയാലോ, കുറേ പ്രായമായിട്ടുള്ളവര്. എന്തുകൊണ്ടായിരിക്കും അവർ നമ്മുടെ ക്ലാസ്സിൽ വരുന്നതെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് തന്നെയാണ് അവരുടെ ചെറുപ്പത്തിൽ പറ്റാതെ പോയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. കോഴ്സ് എവിടെ വരെ എത്തി ഇപ്പോൾ അറ്റൻഡ് ചെയ്ത്? ഇപ്പൊ ഞാൻ കളർ പെൻസില് തീരാറായി. പിന്നെ പ്രാദേശികമുള്ള മറ്റേ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ സാറിന്റെ റിപ്പീറ്റ് ആ ക്ലാസ്സുകളിലോട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്ക് യുവർ എന്നൊക്കെ പറഞ്ഞുള്ള കോഴ്സുകളിലോട്ടൊക്കെ പോയി. ഇത് എത്ര നാളെടുത്ത് വരയ്ക്കാനായിട്ട്? ഇത് നമ്മുടെ അതിന് അന്നത്തെ മാരത്തോൺ, ഫസ്റ്റ് മാരത്തോൺ. നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാരത്തോൺ കഴിഞ്ഞപ്പോൾ ഷെയ്ഡിങ് ഒക്കെ കുറെ കൂടി നീറ്റ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. പോർട്രേറ്റ് ഡ്രോയിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ചെയ്തിരുന്നു. അത് പക്ഷെ എനിക്ക് കൂടുതലാണ്ട് അതിൽ മാത്രം ഇത്തിരി കറക്റ്റ് ആവാതെ ഇച്ചിരി കൂടി ഒന്നുകൂടി ക്ലിയർ ചെയ്യാനുണ്ടത്. നമ്മളെ ഇങ്ങനെ അതെ സിമെട്രിക്ക് ആവാത്ത ഒരു ഇത് വരുന്നുണ്ട്. 2 കണ്ണുകള് ഒരുപോലെ കൃഷ്ണമണിയുടെ പോസ്റ്റിനൊക്കെ ചെറുതായിട്ട് മാറ്റങ്ങൾ വരാണ്. ഈ ഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. സാറിന്റെ ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ ചെറുതായിട്ട് ഷേപ്പുകൾ മാറിപ്പോവുക, ഷെയ്ഡ് കറക്റ്റ് ആവാതെ വരിക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ
ഇപ്പോൾ ഒരു ഫോട്ടോ നോക്കി അതുപോലെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കുന്ന വരയ്ക്കാൻ ലെവലിലോട്ട്. പറ്റുന്നുണ്ട്. അതെ അതെ. ഔട്ട്ലൈൻ ഒക്കെ ഉണ്ട്. അതെ അതെ. കാരണം ആ ഒബ്സർവേഷൻ സ്കില്ലും നമ്മുടെ ഡ്രോയിങ് സ്കില്ല് മാത്രമല്ല, ആ ഫോട്ടോ നോക്കി അത് മനസ്സിലാക്കാനുള്ള സ്കില്ലും കൂടി കിട്ടണം. അപ്പം എന്തായാലും അത് നല്ല രീതിയിൽ, കാരണം ഇതൊക്കെ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പിക്ചറാണ്, അതിൻ്റെ അകത്ത് കുറേ അതെ കാര്യങ്ങൾ, അത് വരച്ച ഒരാൾക്ക് അത് മനസ്സിലാവുള്ളൂ. സമയമുള്ള എടുത്താണത്, സമയമുള്ളതുകൊണ്ട് അങ്ങനെ എടുത്താണത്. ചാർക്കോൾ പെൻസിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ആ ചാർക്കോൾ പെൻസിൽ, അതെ ചാർക്കോൾ പെൻസിൽ ഡൗട്ട് ഉണ്ട് അതിനകത്ത്. അതായത് സ്റ്റിക്കും പെൻസിലും ഒക്കെയാണ്. പൗഡറിന്റെ പ്രശ്നം വരുമ്പോൾ അത് ഞാൻ അന്ന് ക്ലാസ്സിൽ പിള്ളേരോട് പലരും ചോദിച്ചപ്പോൾ പലരും അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതായത് നമുക്ക് ബ്രഷ് ഇങ്ങനെ കുടഞ്ഞിട്ട് നമ്മൾ അടിക്കുന്നുണ്ടെങ്കിലും ഒരു തരിയൊക്കെ കയറിയിട്ട് നമ്മളെ പടം മോശമായി പോകുന്ന, ലൈനായിട്ട് പോകുന്ന, പിന്നെ നമ്മളത് മാർക്ക് റേസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ പേപ്പർ ഡാമേജ് ഒന്ന്, അതായത് ആ സോഫ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. വലിയ പിക്ചർ വരുമ്പോൾ നമുക്ക് സോഫ്റ്റ് ഇത് പൗഡർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക്, അത് നമുക്കൊരു കറക്റ്റ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ക്ലാസ്സിൽ നോക്കി പിന്നെ വേറെ നോക്കിയിട്ട് എനിക്ക് അത് വ്യക്തമായിട്ട് ഒരു ക്ലിയറൻസ് കിട്ടിയില്ല അതിനെ കുറിച്ച്. എങ്ങനെയാണ് അതിന്റെ ഏറ്റവും അതിന്റെ സ്മൂത്ത്. അതിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ ചെയ്യുന്ന മെത്തേഡ്, വലിയ ആർട്ട് വർക്ക് ആണെങ്കിൽ ഞാൻ ചുവരിൽ ഇങ്ങനെ ചാരി വെക്കും, താഴെ ഫ്ലോറിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി ഇടാതെ ചാരി വെക്കും. അപ്പൊ ആ പൊടികളൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ താഴത്തോട്ട് ഇങ്ങനെ വീഴുമല്ലോ. പിന്നെ വേറൊരു മെത്തേഡ് ഉള്ളത്, നമ്മൾ ആർട്ട് വർക്ക് നമ്മൾ ചെയ്യുന്ന പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും വേറെ പേപ്പർ വെച്ച് കവർ ചെയ്യും. എന്റെ എയിം ഒരു എക്സിബിഷൻ, എനിക്കൊരു 3 എക്സിബിഷൻ നടത്തണം എന്റെ ഒരു ലക്ഷ്യം. അത് എന്റെ ഒരു കുട്ടിക്കാലം, അതായത് 10 വയസ്സ് കാലഘട്ടത്ത് ഉള്ള, അതായത് 50 വർഷം മുമ്പുള്ള അന്നത്തെ നമ്മുടെ, ഞാൻ എന്റെ ടൗൺ ആലുവ ടൗണാണ്. ഉം. ആലുവ ടൗണിൽ ഉണ്ടായിരുന്ന കാഴ്ചകൾ ഉം. അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് വരക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അന്നത്തെ തീവണ്ടികളും വെള്ളം ഫില്ല് ചെയ്യുന്ന, ആലുവ ഫില്ല് ചെയ്യണം, വെള്ളം ഫില്ല് ചെയ്യുന്നതൊക്കെ, ആ ഉം. റെയിൽവേ സ്റ്റേഷൻ, പിന്നെ എന്റെ സ്കൂളൊക്കെ പൊളിച്ചു പോയി, ആ സ്കൂള്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ അന്നത്തെ കോയിൻസ്, നാണയങ്ങള്, അത് കുറെ കളക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യത്തെ ജനറേഷന് കാണുന്ന വിധത്തിലുള്ള ഒരു എക്സിബിഷൻ. ഉം. അതിന്റെ ബേസായിട്ട് തന്നെ പിന്നെ വേറെ ഉള്ളത് എന്റെ ജോലി കമ്പനി, ആ 50 വർഷം മുമ്പുള്ള കമ്പനിയിലെ ഓർമ്മകൾ വെച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ. പിന്നെ ഇവിടെ ഞങ്ങളുടെ ചൂർണിക്കര പഞ്ചായത്തിന്റെ, അപ്പൊ ഉം. അതൊക്കെ വെച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇൻകമായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പോ വല്ല കുട്ടികൾ ഇതുപോലെ പഠിക്കാൻ സാഹചര്യം കിട്ടാത്ത കുട്ടികളൊക്കെ സൗജന്യമായിട്ട് ഡ്രോയിങ് പഠിപ്പിക്കണം, അങ്ങനെയുള്ള ഒരു സ്റ്റഡി ചെയ്യുന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. ഉം. ഇതൊക്കെയാണ് എൻ്റെ ഒരു എയിം ഒക്കെ. പിന്നെ സജഷനായിട്ട് പറയാനുള്ളത്, സർട്ടിഫിക്കറ്റ്സിന്റെ ഒരു അഭാവം കൊണ്ട് അവർക്ക് അവിടെ ഒരു ജോലി കിട്ടുന്നില്ല. ഇപ്പൊ അവർക്ക് ഇതിലോട്ട് മാറാനോ വേറെ സബ്ജക്റ്റിൽ നിന്ന് ഇതിലോട്ട് താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങോട്ട് മാറാനോ പറ്റുന്നില്ല. അപ്പൊ അതിന് എന്താന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തന്നൊക്കെ. അതെ, ഇത് ഇഗ്നോയുടെ എന്തൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സാറിനോട് പറയാം, നമുക്ക് ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ആ സിലബസിൽ വരുന്ന ഒരു ഇത് പഠിച്ചാൽ നല്ല ഒന്നായിരിക്കില്ലേ. എക്സാം ഇഗ്നോയുടെ കോഴ്സ് അത് ഡിപ്ലോമയെന്ന് തോന്നുന്നു ഉം. പഠിക്കുന്ന, അങ്ങനെ ഒരു സജഷൻ നമുക്ക് പറയാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ആലോചിച്ചിരുന്നു അങ്ങനെ. ഞാനത് ഓൾറെഡി പ്ലാൻ ചെയ്തതാ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആവണമെങ്കിൽ ഗവൺമെന്റിന്റെ കോഴ്സ് ചെയ്യണം. ഈ പറഞ്ഞ KGT അതുപോലത്തെ, അല്ലെങ്കിൽ പിന്നെ BFA, ഇതിനൊക്കെയാണ് പുറത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ വരുന്നത്. നമ്മളൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ അതിന് വാല്യൂ ഇല്ല. അപ്പോൾ അപ്പോൾ ഏതെങ്കിലും ഇഗ്നോയുടെ ഇഗ്നോയുടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ ഞാൻ ആ അന്വേഷിച്ചിടത്തോളം എല്ലാം പോയി പഠിക്കേണ്ട കോളേജുകൾ, ആർട്ടിൻ്റെ ഇപ്പോൾ ഉള്ളത് എല്ലാം പോയി പഠിക്കണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നു. ഓൺലൈൻ അവരൊട്ടും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. എനിക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് ഒരു നിയമ ഇഷ്യൂസ് ഇല്ല. കമ്പനി രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് ഡിപ്ലോമ കൊടുക്കാം, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവർക്കൊരു വാല്യൂ വേണമല്ലോ. ഇതും കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റണമല്ലോ. അപ്പം എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ അഫിലിയേഷൻ കിട്ടണം. പിന്നെ ഉള്ള ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, ഞാനൊരു എന്റെ മനസ്സിൽ കണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോ അടുത്ത മാരത്തോൺ വരുന്നുണ്ട്. ഉം. നമുക്ക് ഒരു അതിനുശേഷം നമ്മളിപ്പോ അവിടെ ഒരു എക്സിബിഷൻ പോലെ നടത്തിയില്ലേ നമ്മുടെ മാളിൽ. ഉം. അതുപോലെ നമുക്കൊരു എക്സിബിഷൻ നമ്മുടെ നല്ല അറിയാവുന്ന ആളുകൾ ഒക്കെ വരുത്തിയിട്ട് നല്ല സൃഷ്ടികൾ വെച്ചിട്ട് ഒരു എറണാകുളത്ത് ഒരു ഫൈൻ ആർട്സ് ഹാളിലോ അതാകുമ്പോൾ അവിടെയോ നമുക്കൊരു എക്സിബിഷൻ വെക്കുക, നമ്മുടെ ആളുകളൊക്കെ കാണാൻ വരിക. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സിബിഷനും ആർട്ട് കോമ്പറ്റീഷനും ഒക്കെ വർഷങ്ങളായിട്ട് നമ്മുടെ പ്ലാനിലുള്ളതാണ്. ഓൾറെഡി നമുക്ക് മുമ്പത്തെ ബാച്ചിലുണ്ടായിരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു എക്സിബിഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, നമുക്ക് വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നില്ല. എനിക്ക് സാറിന് അറിയില്ല, എനിക്ക് വേറെ പാർട്ട്നേഴ്സോ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഇല്ല.
അപ്പോൾ അറിയാം ഞാനിപ്പോൾ കാര്യങ്ങൾ. സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അകത്ത് തന്നെ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന നല്ല സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് അവരുമായിട്ടൊരു പേഴ്സണൽ ഇൻട്രാക്ഷൻ കൊടുത്ത് അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുവരിക, ലീഡേഴ്സ് എന്നുള്ള ലെവലിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഉദ്ദേശം. അപ്പം അങ്ങനത്തെ ഒരു 10-25 പേരുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ എക്സിബിഷനും നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അത്രയും അത് നമ്മുടെ സ്റ്റുഡൻസ്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ ബാധിക്കാതെ വിധത്തിൽ അതെല്ലാം അവരവരെ കൈകാര്യം ചെയ്യുന്ന ഒത്തിരി എടുത്താൽ മതി. നമ്മൾ സാറ് ഒരു ഗൈഡൻസ് തന്നാൽ മതി, ഒരു ഗൈഡൻസ് മാത്രം മതി പ്ലാൻ ഞങ്ങൾക്ക്. ചെയ്യാം. ആലോചിക്കാൻ നെക്സ്റ്റ് മനസ്സിലാണ്. നെക്സ്റ്റ് ഇയർ എൻ്റെ ആകുമ്പോഴേക്കും നമുക്കത് പ്ലാനിങ്ങിൽ ഉണ്ട്, എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ആ, ആ വളണ്ടിയേഴ്സിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഉണ്ടായിരുന്നത്, ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരില്ലാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. നമുക്കത് കവർ ചെയ്യാം എന്തായാലും. അപ്പോൾ സാർ എന്തായാലും കോഴ്സ് കണ്ടിന്യൂ ചെയ്തോ. കോഴ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അഡ്വാൻസ് പോർട്രേറ്റ് ഇപ്പൊ സ്കെച്ചിങ് എന്റെ കോഴ്സ്. അതിൽ എങ്ങനെയാണ് എന്റെ ഇമ്പ്രൂവ്മെന്റ്, എന്റെ സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? നെക്സ്റ്റ് ഇനി നമുക്ക് എന്ത് സബ്ജക്റ്റ് വരയ്ക്കാൻ ഇഷ്ടം കൂടുതൽ? എനിക്ക് സീനറികളൊക്കെയാണ് കൂടുതലും താല്പര്യം വരുന്നത്. അപ്പം ഇനി ഇപ്പൊ ഒരു നമുക്ക് പോർട്രേറ്റ് വരക്കുമ്പോൾ സംഭവമാണ്, പോർട്രേറ്റ് വരക്കുമ്പോൾ എനിക്ക് ആ ഒരു അറിയുന്ന ഒരാളെ വരക്കുമ്പോൾ അത് കറക്റ്റ് അതേപോലെ ആവുന്നില്ല. ആ സമയം വരക്കുമ്പോൾ ഒരാളാവുന്നുണ്ടെങ്കിൽ, ഒരു ഭംഗിയുള്ള ഒരാളാവുന്നുണ്ട്. നമ്മൾ പർട്ടിക്കുലർ ആ വ്യക്തി ആയിട്ടൊക്കെ വരുന്ന ഒരു ഇത് കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അത്രയുള്ള ആ പോർട്രേറ്റിലുള്ള ഒരു മിസ്റ്റേക്ക്. പോർട്രേറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് മാക്സിമം റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് മെഷർമെന്റ് കറക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് മെത്തേഡ് ഉണ്ട്. അത് ചെറിയ നമ്മൾ മൂക്ക് വരയ്ക്കുന്ന ഒരു ഷേപ്പ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ അതിൽ തന്നെ കുഞ്ഞ് മെഷർമെന്റ് ഡിഫറൻസ് വരുമ്പോഴാണ് ആൾക്കാരുടെ ചായ മാറിപ്പോകുന്നത്, നമുക്കത് അറിയുന്നുണ്ടാവില്ല. അപ്പം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രശ്നം സോൾവ് ആയി കിട്ടും. പിന്നെ പോർട്രേറ്റ് ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ പോർട്രേറ്റ് കൂടുതൽ ഫോക്കസ് കൊടുത്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ വരയ്ക്കുക എന്നുള്ളതാണ്. ലാൻഡ്സ്കേപ്പ് ആണ് ഇഷ്ടമെങ്കിൽ ലാൻഡ്സ്കേപ്പിൻ്റെ നല്ല നല്ല ഇമേജുകൾ നെറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതേ, നേരത്തെ പറഞ്ഞല്ലോ പഴയ കാലത്ത് ആലുവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സിബിഷനായിട്ട് അതെ അതെ ചെയ്യാൻ പറ്റും. അതെ. നമുക്ക് AI ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഞാനത് ആ കാണിച്ചു തരാം. ഞാൻ നേരത്തെ സാർ പറഞ്ഞപ്പോൾ ആ സെർച്ച് ചെയ്തത് AI ആ ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ സെർച്ച് meta.ai എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ആ ഞാനിപ്പോൾ ഓ സെർച്ച് ചെയ്തത് ഇമാജിൻ ആൻഡ് ഇമേജ് ഓൾഡ് ആലുവ റെയിൽവേ സ്റ്റേഷൻ. ആ പഴയ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഇമാജിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക ഫോട്ടോ കണ്ടോ. ആ എനിക്ക് 4 ഓക്കെ സാമ്പിൾ ഫോട്ടോസ് കിട്ടി. ആ ആ ആ. അപ്പം ഇത്തരത്തിൽ നമുക്ക് റെഫറൻസ് ഇമേജ് ജസ്റ്റ് സാമ്പിൾ ആണെങ്കിൽ പോലും നമുക്ക് പഴയ ട്രെയിൻ സാമ്പിളായിട്ട് എങ്ങനെ നമുക്ക് അത് ഇരിക്കും, ഉപകാരപ്പെടും. അതെ അതെ. അതെ അതെ, പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ ഇരിക്കും, പഴയ ആൾക്കാരുടെ ഡ്രസ്സ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇരിക്കുന്നുള്ളൂ. റെഫർ ചെയ്യാനായിട്ട് അതെ അതെ. ഉപകാരപ്പെടും. ആ. അപ്പം അങ്ങനെ അപ്പൊ AI അതൊക്കെ ടൂൾസ് ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെ. ഓക്കെ ഓക്കെ. നല്ലതാണ്. യെസ്. അപ്പം അതിൻ്റെ ചെയ്തോട്ടെ. ഞാൻ സാർ പറഞ്ഞപ്പോൾ ഓക്കെ നോട്ട് സാർ. ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു. നമസ്കാരം. താങ്ക് യു. ബൈ.